ഹലോ ഫ്രണ്ട്സ്, എന്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഐസ്ക്രീമാണ്, വാനില ഐസ്ക്രീം. അത് പക്ഷേ എന്റെ കയ്യിലുള്ള ബാലൻസ് വന്ന വിപ്പിംഗ് ക്രീം വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം ആക്കിയിട്ടും ഐസ്ക്രീം ഇതേപോലെ ഐസ്ക്രീം ചെയ്യാം. ബാലൻസ് വന്ന വിപ്പിംഗ് ക്രീം വെച്ച് എങ്ങനെ നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാമെന്ന് ഞാനിപ്പം പറയാൻ പോകുന്നത്. നമുക്ക് അതിനാവശ്യമായത് ബാലൻസ് വന്ന വിപ്പിംഗ് ക്രീമാണിത്. ഇതിലേക്ക് വേറെ ഒന്നും അധികമൊന്നും ആഡ് ചെയ്ത് കൊടുക്കാനില്ല. കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഐസ്ക്രീമിന് കുറച്ച് മധുരം നിൽക്കണം, ഇല്ലെങ്കിൽ തണുത്ത് കഴിഞ്ഞാൽ അതിന്റെ മധുരം കുറച്ച് പോവും. കുറച്ച് വാനില എസൻസ്, വാനില ഐസ്ക്രീമാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് വാനില എസൻസ്, ഒരു നുള്ളു ഉപ്പ്. ഇത്രയും സാധനം മാത്രമേ നമുക്ക് ഈ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടുള്ളൂ. ഇതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ ട്രേയിലാക്കിയിട്ടാണ് ഞാൻ ഈ ഐസ്ക്രീം വെക്കാൻ പോകുന്നത്. കുട്ടികൾക്ക് ഇതുപോലത്തെ കഴിക്കുന്നതല്ലേ ഇഷ്ടം. ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് എല്ലാം ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഫ്രീസറിൽ ഒരു 6 മണിക്കൂർ ഫ്രീസറിൽ വെക്കണം. ഇത് നമുക്കൊരു 6 മണിക്കൂർ ഫ്രീസറിലേക്ക് വെക്കാം. നമ്മൾ ഐസ്ക്രീം 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു ഇളം ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് നമുക്കിതിനെ തുറക്കാം. നമ്മളുടെ വാനില ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കുട്ടികൾക്ക് കൊടുക്കാം.